മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ഞാറക്കലിൽ ദളിത് വിദ്യാർത്ഥിക്ക് മർദ്ദനം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. ഫുട്ബോൾ മത്സരത്തിലെ തോൽവിയുടെ പേരിലാണ് മർദ്ദനം. രക്ഷിതാക്കളുടെ പരാതിയിൽ ഞാറക്കൽ പോലീസ് കേസെടുത്തു. എൻ്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അസീസിയിൽ സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യനുണ്ട്. ആ പയ്യനും ടീമിൽ നിന്ന് ഫുട്ബോൾ കളിച്ച മത്സരം അവർ 2 കളി തുടർച്ചയായി തോൽക്കുകയും അതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടായി, കളിയാക്കി അത് അവസാനം ഗൗരവത്തിലേക്കും പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴി വെല്ലുവിളികളായി. ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വെല്ലുവിളികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്കറിയാൻ പാടില്ലായിരുന്നു. സി പഠിക്കുന്ന പയ്യൻ വന്ന് വിളിച്ച്, അവർ 14 വയസ്സുള്ളു, അവൻ വന്ന് വിളിച്ച് ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് മാറി അവൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും, അതായത് 17-18 വയസ്സുള്ള പിള്ളേരാണ്, അവരവിടെ കാത്തിരിപ്പുണ്ടായി. അവർ ഒരു ബൈക്കിന് 4 പേര് 3 പേരൊക്കെ ഒരുമിച്ചാണ് ബൈക്കിൽ വന്നതാണ്. ജൂഡോ പിള്ളേരാണ്. ആ ജൂഡോ സ്റ്റൈലിലാണ് അവർ ഇടിച്ചത്. സിജോ വർഗീസ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഇത് എപ്പോൾ നടന്ന സംഭവമാണെന്നാണ് രക്ഷിതാവ് പറയുന്നത്? ഇവരുടെ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? എത്ര പേർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്? ജീന, വെള്ളിയാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ഒരു പരിചയത്തിലുള്ള ആൾ, മറ്റൊരു വിദ്യാർത്ഥി, അവർ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് ഈ വിദ്യാർത്ഥിയെ വിളിച്ച് ഇറക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് സംഘം ചേർന്ന്, കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളോടൊപ്പം ചേർന്ന് സംഘം ചേർന്ന് മർദ്ദിച്ചു. പിന്നീട് അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ഫുട്ബോൾ കോർട്ടിലേക്ക് ഈ വിദ്യാർത്ഥികൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി അവിടെ വെച്ചും മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ നൽകിയിരിക്കുന്ന ഒരു പരാതി. വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ 2 സ്ഥലത്ത് വെച്ചും ഉണ്ടായത് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പിന്നീട് ഈ മർദ്ദിക്കുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരി അത് കാണുകയും ആ ജീവനക്കാരി ഇത് ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ മർദ്ദിക്കുന്ന ആ ഒരു മർദ്ദനത്തിൽ നിന്ന് മറ്റുള്ളവർ പിന്തിരിഞ്ഞത്. പിന്നീട് ഈ വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും 1 വർഷം മുമ്പ്, ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് ഈ വിദ്യാർത്ഥി പഠിക്കുന്നത്. സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ ഇല്ല, നാട്ടിലുണ്ടായിരുന്നില്ല, മറ്റൊരു സ്ഥലത്താണ് പഠിക്കുന്നത്. അവിടെ നിന്ന് അവധിക്ക് ഈ വീട്ടിലെത്തിയപ്പോൾ ആണ് ഈ മർദ്ദനം ഉണ്ടായത്. എന്തായാലും ഈ 1 വർഷം മുമ്പ് ഈ സ്കൂളിൽ ഇവർ തമ്മിലുണ്ടായ ഒരു മത്സരം, ആ മത്സരത്തിലെ തോൽവിക്ക് കാരണം ഈ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ആരോപണം ഉയർത്തിയാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായത്. അതിനെ ചൊല്ലി ഈ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോർവിളികൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും രക്ഷിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ അവധി ദിവസമായ സ്വന്തം വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മറ്റുള്ളവർ സംഘം ചേർന്ന് മർദ്ദിച്ചത് എന്നാണ് പരാതി. എന്തായാലും ഈ പരാതിയെ തുടർന്ന് ഞാറക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പേരിലാണ് ദളിത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് കേസെടുത്തതിന്റെ വിശദാംശങ്ങളാണ് സിജോ വർഗീസ് നൽകിയത് കൊച്ചിയിൽ നിന്നും.